വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്. പുലിയുണ്ടെന്ന സംശയത്തെ തുടർന്ന് മട്ടന്നൂരിൽ യോഗം ചേർന്നു. നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തിന്റെ അധ്യക്ഷതയിലാണ് നാട്ടുകാരുടെ ആശങ്ക അകറ്റാനായി യോഗം ചേർന്നത്. കഴിഞ്ഞ ദിവസമാണ് മട്ടന്നൂർ കട്ട് ആൻഡ് കവർ ഭാഗത്ത് പുലിയെ കണ്ടതായുള്ള റിപ്പോർട്ടുകൾ വന്നത്. പുലിയെ കണ്ടെന്ന അഭ്യൂഹത്തെ തുടർന്ന് മേഖലയിൽ വനം വകുപ്പ് അധികൃതർ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. 2 ക്യാമറകളാണ് സ്ഥാപിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പ്രദേശവാസി പുലിയെ കണ്ടതായി പറയുന്നത്. തുടർന്ന് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെയോ അത് സംബന്ധിച്ച സൂചനകളോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കട്ട് ആൻഡ് കവറിൽ പഴശ്ശി കനാലിനോട് ചേർന്ന ഭാഗങ്ങളിൽ വൻതോതിൽ കാട് മൂടിയതിനാൽ വന്യമൃഗങ്ങളുടെയും ഇഴജന്തുക്കളുടെയും ഭീഷണിയുണ്ട്. ഇപ്പോൾ പുലിയുണ്ടെന്ന അഭ്യൂഹം കൂടിയായതോടെ നാട്ടുകാർ ഭീതിയിലാണ്. ഇവിടെ ഭൂമിക്കടിയിലൂടെ ടണൽ നിർമ്മിച്ചിട്ടാണ് കനാലിൻ്റെ പ്രവൃത്തി 10-50 വർഷം മുമ്പ് നടന്നത്. അതിനുശേഷം ഇറിഗേഷൻ കനാലിൻ്റെ പ്രവർത്തനങ്ങൾ വേണ്ടത്ര സജീവമല്ലാത്തതുകൊണ്ട് തന്നെ ഈ കനാലിൻ്റെയും കട്ട് ആൻഡ് കവറിൻ്റെയും പരിസരം കാടും മൂടി എല്ലാ തരത്തിലുള്ള വന്യജീവികൾക്കും താമസിക്കാൻ പറ്റുന്നൊരു ഇടമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ജനങ്ങളിലാകെ ഒരു ഭീതിയുണ്ട്. ആ ഭീതി പരിഹരിക്കുന്നതിനാണ് ഇന്നിപ്പോൾ പ്രദേശത്തുകാരുടെ യോഗം വിളിച്ചു ചേർത്തത്. അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഈ മേഖലയിലുണ്ട്. നമ്മളെ പഴശ്ശി കനാൽ വന്നപ്പോൾ ഒരു വലിയ ജലസേന പദ്ധതി യാഥാർത്ഥ്യമായെങ്കിലും ഇതിൻ്റെ അനുബന്ധമായി ഉണ്ടാക്കപ്പെട്ട പ്രശ്നങ്ങൾ കാരണം വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ നാട്ടുകാർ അനുഭവിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കനാലിൽ വളർന്നതിൽ വലിയ പാഴ്മരങ്ങളുണ്ട്. അതുപോലെ ഇടതൂർന്ന കുറ്റിക്കാടുകളും. ഇത് അടിയന്തരമായി നശിപ്പിച്ചേ മതിയാവും എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇപ്പോൾ ഈ യോഗത്തിൽ ഇറിഗേഷൻ വകുപ്പിൻ്റെ ആളുകളോട് പങ്കെടുത്തിട്ടുണ്ട്. അവരവരുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് അടിയന്തരമായി ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ തീരുമാനിക്കുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. കാട് വെട്ടിത്തെളിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ജലസേചന വകുപ്പ് അധികൃതരോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. റോഡ് ഉൾപ്പെടെയുള്ള പ്രദേശത്തെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി വികസന സമിതിക്കും യോഗത്തിൽ രൂപം നൽകി. കൗൺസിലർ സി ശ്രീലത, പി സത്യകുമാർ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. അരുൺ എ എന്ന പടക്കക്കടയിൽ നിന്ന് 99 രൂപയ്ക്ക് 3 പാക്കറ്റ് പൂക്കുറ്റിയും 80 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. മനു ബി എന്ന പടക്കക്കടയിൽ നിന്ന് 64 രൂപയ്ക്ക് 2 പാക്കറ്റ് പൂക്കുറ്റിയും 88 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. ഏത് കടയിൽ നിന്നാണ് ലാഭത്തിന് പടക്കം കിട്ടിയത് എന്ന് പറയാമോ? കണാരി അതേ മാഷെ, കണാരിൽ നിന്ന്. മാഷി കണാരിൽ നിന്ന് പടക്കം വാങ്ങി നോക്കി, അപ്പൊ മനസ്സിലാകും. വൈവിധ്യമാർന്ന ശിവകാശി പടക്കങ്ങളുടെ മഹനീയ ശേഖരം, വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്.